പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ പടച്ചവനെ സ്തുതിക്കൽ സുന്നത്താണ്, അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. പ്രാർത്ഥന അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. ഇതുപോലെ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. കുടിച്ചാൽ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. ഒരു പുസ്തകം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു രചന തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. ഒരു മുദർരിസ് ഒരു ക്ലാസ് എടുക്കുന്ന മുഅല്ലിം അയാൾ ക്ലാസ് തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. വഅദ് പറയുന്ന ആള് വഅദ് പറയാൻ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. മുതഅല്ലിമീങ്ങൾ കുട്ടികൾ ഉസ്താദിന്റെ മുമ്പിലിരുന്ന് കിതാബ് ഓതി പഠിക്കുമ്പോ അവരും ഓതിത്തരുന്ന സമയത്ത് കിതാബ് തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് കിതാബ് തുടങ്ങി തരുമ്പോ ചില കുട്ടികൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും. പോരാ, നിങ്ങളും ബിസ്മി ചൊല്ലണം, നിങ്ങളും അൽഹംദുലില്ലാഹ് ചൊല്ലണം, നിങ്ങളും സലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. അങ്ങനെയാണ് ദർസിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ കിതാബ് ഓതിക്കൊടുക്കുന്ന ഉസ്താദാണെങ്കിലും ശരി, ഓതി കേൾക്കുന്ന ശിഷ്യനാണെങ്കിലും ശരി, അവർക്കെല്ലാം അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. എന്നാൽ അൽഹംദുലില്ലാഹ് പറയൽ കറാഹത്താകുന്ന ചില രംഗങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് പറയൽ കറാഹത്താകുന്ന രംഗമേതാണ്? നമ്മൾ മൂത്രപ്പുരയിലുള്ള സമയത്ത്, അതുപോലെ മ്ലേച്ഛ വസ്തുക്കളുള്ള സ്ഥലത്ത് നിൽക്കുമ്പോ അവിടെ വെച്ച് ദിക്റ് ചൊല്ലുന്നത് മോശമാണ്, കറാഹത്താണ്. അതുകൊണ്ട് അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് പറയരുത്. അതുകൊണ്ടാണ് കക്കൂസിൽ കയറിയ മനുഷ്യൻ ഇറങ്ങിയതിന് ശേഷമാണ് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, ഈ മ്ലേച്ഛ വസ്തുക്കളൊക്കെ എന്നിൽ നിന്ന് നീക്കി എനിക്ക് സൗഖ്യം തന്ന റബ്ബിന് അൽഹംദുലില്ലാഹ് പറയുന്നത്, അല്ലാഹുവിനെ സ്തുതിക്കുന്നത് ആ ബാത്റൂമിൽ ഇറങ്ങിയതിന് ശേഷമാണ്. കാരണം അത്തരത്തിലുള്ള നീച സ്ഥലങ്ങളിൽ വെച്ച് അൽഹംദുലില്ലാഹ് പറയുന്നത് കറാഹത്താണ്. എന്നാൽ പിന്നെ അൽഹംദുലില്ലാഹ് പറയൽ ഹറാമാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില സമയത്ത് ഹറാമാകും. അതേതുപോലെ ഒരു മനുഷ്യൻ കള്ള് കുടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വ്യഭിചാരം നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അവൻ പ്രേമിച്ചിരുന്ന ഒരു പെണ്ണിനെ ചുംബിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ താലോലിച്ചു പോറ്റിയ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കൗമാരപ്രായമുള്ള ചെറുപ്പക്കാരനായ കുട്ടിയെ അവൻ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. അതൊരു പരിഹാസ സ്വരത്തിലാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് നിമിത്തവുമായേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എന്നത് പടച്ച റബ്ബിന്റെ നിഅമത്ത് സംഭവിക്കുമ്പോൾ പറയേണ്ട വാക്കാണ്. അൽഹംദുലില്ലാഹ്. ഓ സഹോദരിമാരെ, നിങ്ങൾ ഒരു സ്ത്രീ പ്രസവിച്ചതായി അറിഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തുകളിൽ ഒരു മെമ്പർ ജനിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് കേട്ടാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ. ആ സ്ത്രീക്ക് വലിയ പ്രതിഫലം കിട്ടാൻ ഒരു നിമിത്തമായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിൽ ഒരു മെമ്പർ ജനിക്കാൻ നിമിത്തമായല്ലോ. അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. ഒരു പെൺകുട്ടിക്കൊരു നല്ല ഭർത്താവിനെ കണ്ടു എന്ന് ഒരാള് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ മകനൊരു നല്ല പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. അതൊക്കെ അനുഗ്രഹങ്ങളാണ്. അതുപോലെ അതാ പ്രസവിച്ചതൊരു ചാടക്കുട്ടിയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം.
അതേ ഒരു മുസീബത്തുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്തിന്റെ സമയത്ത് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം ഉമ്മമാരെ ഒരു കാര്യം, ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നെ ഒരു സ്ത്രീ വിളിച്ചു. ആ സ്ത്രീ ചോദിക്കുന്നത് വയറ്റിലുള്ള കുട്ടിയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. പടച്ച റബ്ബേ, ആ സഹോദരിയുടെ വയറ്റിൽ നീ കൊടുത്തതെന്താണോ അതൊരു ഖൈറായ കുട്ടിയായി നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ ഒരു മെമ്പറായി നീ പ്രസവിപ്പിച്ച് നീ സന്തോഷം നൽകണേ അല്ലാഹ്. വയറ്റിലുള്ള കുട്ടികളാകട്ടെ, ജനിച്ചു വീണ കുട്ടികളാകട്ടെ, ഏത് വൈകല്യങ്ങളുണ്ടെങ്കിലും ആ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഏത് ഡോക്ടർ നിർദ്ദേശിച്ചാലും അത് കൊല്ലുന്നതിലേക്ക് നിങ്ങൾ ചിന്തിക്കരുതേ ഉമ്മമാരെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക് എപ്പോഴും നമ്മൾ ഓർക്കണം. തസവ്വജുൽ വലൂദൽ വദൂദ്. ഭാര്യമാര് ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫൈന്നി ഉബാഹി ബികുമുൽ ഉമം. ഞാൻ നിങ്ങളുടെ വർദ്ധനവ് കൊണ്ട് മറ്റുള്ള അമ്പിയാക്കളെ മുമ്പിൽ അഭിമാനം പറയും. എന്റെ ഉമ്മത്തുകൾ ഇത്രയുണ്ടെന്ന് ഞാൻ അഭിമാനം പറയും. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയില്ല. വലൗ ബിസ്ഖതു എന്നാണ് ശേഷം പറഞ്ഞത്. ആ പ്രസവിച്ച് വീഴുന്ന കുട്ടി ജീവനില്ലാത്ത ചാടക്കുട്ടിയാണെങ്കിൽ പോലും അത് എന്റെ ഉമ്മത്തുകളിൽ ഒരു മെമ്പറാണ്. അതെനിക്ക് അഭിമാനത്തിന് വകയാണ്. അതും എന്റെ ഉമ്മത്തിൽ ഒരു മെമ്പറാണ്. അതുകൊണ്ട് പ്രസവിക്കപ്പെടുന്നത് ചാടക്കുട്ടിയാണെങ്കിൽ പോലും, ജീവനില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും, വൈകല്യങ്ങളുള്ള കുട്ടിയാണെങ്കിൽ പോലും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മത്തിൽപ്പെട്ട വ്യക്തിയെ സമ്പാദിച്ചു കൊടുത്ത ആ ഉമ്മ വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ്. പ്രസവിച്ച പെണ്ണ് വലിയ ഭാഗ്യമുള്ള പെണ്ണാണ്. അങ്ങനെ പ്രസവിക്കുക എന്നതും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, പ്രസവിച്ച വിവരം കേട്ടാലും നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. അതുപോലെ തന്നെ മക്കൾ അപകടം കൂടാതെ തിരിച്ചു വന്നാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. നിങ്ങളെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്ന് കണ്ടാൽ അല്ലാഹുവിനെ സ്തുതിച്ചോളൂ. അൽഹംദുലില്ലാഹ്. അതുപോലെ നാട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ വിദേശ നാട്ടിലെത്തിയിട്ട് അവിടുന്ന് ഒരു ഫോണ് വന്നാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് പടച്ചവനെ സ്തുതിച്ച് പറഞ്ഞോളൂ. അതുപോലെ നിങ്ങളെ ചെറിയ മക്കൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി അവർ സ്കൂളുകളിൽ പോയി തിരിച്ചു വന്നാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. പടച്ച റബ്ബേ, സിറാജുൽ ഹുദയുടെ കീഴിൽ 10,000-ഓളം ചെറിയ പിഞ്ചുമക്കൾ അതിന്റെ 8 സ്കൂളുകളിലായി രാവിലെ മുതലേ യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. അവരെ എല്ലാം ഒരു അപകടവും വരാതെ നിന്റെ അസ്മാഇന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അവരവരുടെ വീട്ടിൽ ദിനേന തിരിച്ചെത്തിക്കണേ അല്ലാഹ്. രോഗമുള്ള കുട്ടികൾ, എന്തെങ്കിലും അപകടം സംഭവിച്ച മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. സന്മാർഗത്തിന്റെ വഴിയിൽ ഏത് കാര്യം കണ്ടാലും, ഏത് അനുഗ്രഹം കിട്ടിയാലും, നമ്മളൊരു ബിസിനസ്സിൽ പുരോഗതി വന്നാൽ, അടച്ചുപോയ പീടിക തുറക്കാനായാൽ, അതേ കിട്ടാത്ത തൊഴിലാളിയെ കിട്ടിയാൽ, വിസയം നടിച്ച് കിട്ടിയാൽ, മെഡിക്കലൊന്ന് പാസ്സായാൽ, അങ്ങനെ ഏത് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ അവിടെയെല്ലാം അൽഹംദുലില്ലാഹ് പറഞ്ഞോ. നിങ്ങളെ മക്കൾ പഠിച്ചതായി കാണുമ്പോൾ അവിടെയും നിങ്ങൾ അൽഹംദുലില്ലാഹ് പടച്ചവനെ സ്തുതിച്ച് പറഞ്ഞോ. കൊടുക്കുന്ന രാജാവ് അല്ലാഹ്, തടയുന്ന രാജാവ് അല്ലാഹ്.
അൽഹംദുലില്ലാ എന്ന വാചകത്തിന് 8 അക്ഷരങ്ങളാണ്, സ്വർഗത്തിന് 8 വാതിലുകളാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ പതിവാക്കുന്നവൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടുന്നവനാണ് എന്ന് ആരിഫീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അൽഹംദുലില്ലാ പറയാൻ നമ്മളെ പഠിപ്പിച്ചത് അത് പറഞ്ഞിട്ടവന്റെ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ്. അതിന്റെ പുറമേ നമുക്കൊരനുഗ്രഹം കിട്ടിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കാനും അത് കാരണമാണ്. പടച്ച റബ്ബ് അവൻ തന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അവൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മെ അല്ലാഹു മുഅ്മിനീങ്ങളാക്കി മുസ്ലിമീങ്ങളാക്കി എന്നതാണ്. അതിലും വലിയ വേറൊരനുഗ്രഹമില്ല. ആ അനുഗ്രഹത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനൻ മാകിദീന ഫീഹി അബദാ ഖാല അല്ലാഹു അസ്സ വജൽ.